ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 400 ഗ്രാം, പഞ്ചസാര പൊടിച്ചെടുത്തത് 175 ഗ്രാം, കോഴിമുട്ട 4 അല്ലെങ്കിൽ 5 എണ്ണം, കൊക്കോ പൗഡർ 3½ ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1½ ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 100 മില്ലി, വാനില എസൻസ് 1 ടീസ്പൂൺ, ഉപ്പ് 2 നുള്ള്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 400 ഗ്രാം മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് അരിച്ച ശേഷം വേണം ഇടാൻ. ഇതുപോലെ ചെറിയ കണ്ണകലമുള്ള അരിപ്പ ഉപയോഗിച്ചിട്ട് മൈദ അരിച്ചെടുക്കാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതുപോലെ അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അരിച്ചെടുത്ത ശേഷം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ മൈദ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് കൊക്കോ പൗഡർ ഇട്ടിട്ട് അരിച്ചെടുക്കാം. 400 ഗ്രാം മൈദയ്ക്ക് 3½ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 3½ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും അരിച്ചെടുക്കാം. കേക്കിന് ഡാർക്ക് ബ്രൗൺ കളർ വേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ മതി എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഒരു 2½ ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ടത് 1½ ടീസ്പൂണാണ്. ചെറിയ സ്പൂണിന് 1½ സ്പൂൺ. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് 1/2 ടീസ്പൂണാണ്. ഇനി ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പ് ചേർക്കാം. നമുക്കിതും നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അരിച്ചെടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒരു 2 പ്രാവശ്യം കൂടെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അരിച്ചെടുത്ത ശേഷം വേണം നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാൻ. അടുത്തായിട്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 5 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതിയാവും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉള്ളത് കൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഏതായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നത്. നമുക്ക് മിക്സർ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അതിനുശേഷം സ്പീഡ് കൂട്ടി ഒരു 4 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 മിനിറ്റ് ചെറിയ സ്പീഡിലിടുക. അതിനുശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ആദ്യം കുറച്ച് മാത്രം ചേർക്കുക. മിക്സിയിലാണെങ്കിൽ ഈ സമയത്ത് അടപ്പ് തുറന്ന് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചോ മിക്സിയിലോ നമുക്കിതിനെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പഞ്ചസാര മുഴുവനും ചേർത്ത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. മുട്ടയുടെ ആ സ്മെല്ല് കിട്ടാതിരിക്കാനാണ് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നത്. ഒരു 2 മിനിറ്റും കൂടെ ഇതിനെ ബീറ്റ് ചെയ്യാം.
ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ മെഷർമെൻറ്റിന് ഞാൻ 100 ml സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലോ എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യം പോലെ ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിരിക്കാം. അടുത്തായിട്ട് നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടുക. ഇതിപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഓവൻ ഇല്ലാതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി അതിന്മേൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയ സ്റ്റീൽ പാത്രമാണിത്. ഇതുപോലെ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു തട്ടോ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പാത്രം നന്നായിട്ട് ചൂടാക്കി ഇടണം. അതായത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ ഇത് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ബീറ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തുകൊണ്ട് വരാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ആക്കാം. കേക്കിനുള്ള ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇഡലിമാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ റഫായിട്ട് മിക്സ് ചെയ്യാതെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പൊടികൾ ഒന്നിച്ചിടാതെ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതിനെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ബാറ്റർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതായിരിക്കണം ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ഒരു തിക്കായിരിക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിതിനെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റിൻ്റെ ഒരു വെസൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓപ്ഷണലാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഗ്രാനൈറ്റിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെയോ വെസലാകുമ്പോൾ ചൂട്ടിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്കിതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെയോ ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ മൂവ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ഒരു കോട്ടും കൂടെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഇതുപോലൊരു പാൻ ഉപയോഗിക്കുന്നത്. അതേസമയം ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ബേക്കിംഗ് ട്രേ ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബേക്കിങ്ങിനുള്ള പാൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള ഗ്രാനൈറ്റിൻ്റെ വെസലോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴിയുള്ള ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാനോ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഗ്രാനൈറ്റിൻ്റെ പാനാണെങ്കിൽ സൈഡ് വശമൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാന് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. കേക്ക് ബേക്കായി കഴിയുമ്പോൾ ഉള്ളിൽ ഒട്ടും ഹോളില്ലാതെ കേക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് ഉപയോഗിച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. അടപ്പ് അത്ര മുറുക്കമുള്ളതല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഫോയിൽ പേപ്പറോ മറ്റോ വെച്ചിട്ട് ഒട്ടും വായു കടക്കാത്ത വിധത്തിൽ ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഇതിൻ്റെ അടപ്പ് അത്ര ടൈറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല എയർ ടൈറ്റായിട്ട് പാത്രം അടയ്ക്കുക. നമ്മുടെ ബേക്കിങ്ങിനുള്ള പാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ചിരുന്ന സ്റ്റീലിൻ്റെ പാത്രം ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് മീഡിയം ഹീറ്റിലാണ്. ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും നമ്മളിത് തുറന്ന് നോക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഇടയ്ക്കിച്ച് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ നടുക്കുവശം കുഴിഞ്ഞു പോകും. കേക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണും കേക്ക് പൊന്തി വന്നോന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ കേക്ക് പെർഫെക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കണമെന്ന് നമുക്ക് നിർബന്ധമാണെങ്കിൽ ഇതുമാതിരി ഒരു ഗ്ലാസിൻ്റെ അടപ്പ് ഉപയോഗിച്ചാൽ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അടപ്പ് ഉപയോഗിക്കുക. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ ഇത് ഓവർ കുക്കായി ഒന്നും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒരു 40 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു വുഡൻ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഈ ഫോർക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒട്ടും ബാറ്റർ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിപ്പുണ്ടെങ്കിൽ ബേക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇത് പക്ഷേ നമുക്ക് കാണാം ഈ ഫോർക്കിൽ കുറച്ച് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റും കൂടെ ഇതിനെ മൂടി വെച്ചിട്ട് ബേക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നന്നായി ബേക്കായതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് വാങ്ങി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശം ഒന്ന് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ ഒന്ന് കമഴ്ത്തി പിടിച്ചിട്ട് പുറവശത്ത് ഒന്ന് നൈസായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഇത് പുറത്തേക്ക് പോരും. കണ്ടില്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന പാന് നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയോ ഒക്കെ ആണെങ്കിൽ നല്ല പാനാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ തന്നെ ഒട്ടും ചുവട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ? വളരെ പെർഫെക്റ്റാണ്. നമുക്ക് ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് മാറ്റാം. നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഈ കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ പുറകുഭാഗവും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ? നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമുക്കിതിനെ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ട് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണിത്. കുട്ടികൾക്കെല്ലാം ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫാമിലിയായിട്ടും റിലേറ്റീവ്സുമായിട്ടും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്